ഓട്ടോയിലിരിക്കുമ്പോൾ ആര് തന്നെ കഴിഞ്ഞ 11 വർഷത്തെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. 22-ാം വയസ്സിൽ പ്രവീണിന്റെ ഭാര്യ പദം അലങ്കരിച്ചു. അവന്റെ വീട്ടിലെത്തും വരെയും സന്തോഷം തന്നെയായിരുന്നു എനിക്ക്. അച്ഛനില്ല എന്നുള്ളൊരു കുറവ് അറിയിക്കാതെ പൊന്നുപോലെ തന്നെയാണ് അവ എന്നെയും അമ്മയും അഞ്ജുനെയും നോക്കിയത്. അതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവും പകലും അറിയാതെ ജോലി ചെയ്തിട്ടുണ്ട്. ആ കഷ്ടപ്പാടിലും ഇല്ലായ്മയിലും ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞൊരു കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയാക്കി ചെറുതെങ്കിലും ഒരു ജോലി ചെയ്തു തുടങ്ങുന്ന സമയത്താണ് ഒരു ശനിബാധ പോലെ തന്നെ എവിടെ വെച്ച് കണ്ട് ഇഷ്ടമായെന്നും പറഞ്ഞ് പ്രവീണിന്റെ ആലോചന വരുന്നത്. ഒരു പ്രണയമോ അല്ലെങ്കിൽ അതിനുള്ള മനസ്സോ ഇല്ലാത്തതിനാൽ ഈ ആലോചനയിൽ ഇഷ്ടക്കേടൊന്നും തനിക്കുണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ എല്ലാം നല്ലത് ഗവൺമെന്റ് ജോലിക്കാരൻ കൂടിയായതോടെ അമ്മയും അമ്മയും ഉറുമ്പ് അരിമണി കൂട്ടം പോലെ കൂട്ടിവെച്ചിരുന്നതൊക്കെ എടുത്ത് നല്ല രീതിയിൽ വിവാഹം നടത്തി. ആ വീട്ടിൽ ചെന്ന് കയറിയ നിമിഷം തന്നെ തനിക്ക് മനസ്സിലായി, ആ വീട്ടിൽ ആരായാലും ഉണ്ണുന്നതും ഉടുക്കുന്നതും ഉൾപ്പെടെ എല്ലാ തീരുമാനവും വിനോദിനിയുടേതാണെന്ന്. അവരുടെ തീരുമാനങ്ങളെയോ വാക്കുകളെയോ എതിർക്കാൻ പ്രവീണിന്റെ അച്ഛനോ പ്രവീണിനോ തയ്യാറാകുന്നില്ല. ജീവിതം തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ പല പ്രവൃത്തിയിലും തനിക്ക് ഇഷ്ടക്കേടും അഭിപ്രായ വ്യത്യാസവും വന്നു തുടങ്ങിയെങ്കിലും അവർ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് അമ്മ തന്നെയാണ്. വൈഷ്ണവി അനിയത്തിയും. നീയും അങ്ങ് തന്നെ കണ്ട് ക്ഷമിച്ച് പുറത്തു പോകണം എനിക്ക് വേണ്ടി എന്നു പറഞ്ഞു തന്നെ സ്നേഹം കൊണ്ട് മൂടുന്നവനെ കാണി എല്ലാം മറന്നു. അതോടെ താനും അവരുടെ വഴിക്കായി അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് ദേവൂട്ടി ഉണ്ടായപ്പോഴും അതിനുശേഷവുമൊക്കെ പൊന്നെ പൊടിയെ എന്നും വിളിച്ച് കൈവിളിൽ തന്നെ കൊണ്ടു നടന്ന പ്രവീൺ ഒരു മോശം ആളാണെന്ന് ആദ്യമായി തന്നോട് പറഞ്ഞത് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് ആളുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. 50 വയസ്സോളം പ്രായമുള്ള അവർ പറഞ്ഞത്. പ്രവീണിന്റെ മോളൊന്ന് ശ്രദ്ധിക്കണം, അവനാളത്ര ശരിയല്ല. ഓഫീസിലെ ഒരു സ്ത്രീയുമായി അവന് നല്ലതല്ലാത്തൊരു ബന്ധമുണ്ട് എന്നാണ്. ആദ്യം കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. ഒട്ടും വിശ്വസിച്ചില്ല. പക്ഷേ അവിചാരിതമായി ഒരു രാത്രിയിൽ വന്ന ഫോൺ കോൾ തന്നെ ഉണർത്താതെ മുറിക്ക് പുറത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയവനെ തിരിഞ്ഞുപോയ താൻ കേട്ട വൃത്തികെട്ട ചില ശബ്ദങ്ങൾ ആദ്യമായി എന്തൊക്കെയോ സംശയം തോന്നി. പിന്നീടെന്തോ അവനെന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നി. ശ്രദ്ധിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറയുമെന്ന് പോലും അറിയാതെ താനൊരു ഭ്രാന്തിയായി പോയ ദിവസങ്ങൾ. ഒരേ സമയം ഒന്നിലേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി പ്രതികരിച്ച തന്നെ ഉപദ്രവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഉപദ്രവിച്ചു. അബിയോട് പറയുമെന്ന് പറഞ്ഞ തന്നെ 3 ദിവസമാണ് ഭക്ഷണമോ വെള്ളമോ പോലും തരാതെ പൂട്ടിയിട്ടത്. അതിനിപ്പം പലവിധ ഭീഷണി. അബിയെ ഉപദ്രവിക്കും, കേസിൽ കൊടുക്കും, അതുപോലെ എന്റെ പൊന്നുമോളെ വിട്ടു തരില്ല എന്നുകൂടെ പറഞ്ഞതോടെ എല്ലാം സഹിക്കാൻ തയ്യാറായി. ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ വളർന്ന വേദു ഒരിക്കലും എനിക്കൊപ്പം നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ അച്ഛനൊപ്പം എന്റെ മോളെ വിട്ടു തരാനും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവനൊരു പെണ്ണുപിടിയനാണെന്ന് ഉറപ്പായ അന്നു മുതൽ തന്റെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ അവനെ അനുവദിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ തൊട്ടാൽ എല്ലാം എല്ലാരെയും അറിയിച്ച് അവന് മുന്നിൽ ഞാൻ സ്വയം കത്തിത്തീരുമെന്ന ഭീഷണിയോ പകൽ മാനിൻ പട്ടം നഷ്ടമാകും എന്ന് ഭയന്നോ ആവണം. പിന്നീട് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഇടപെടാൻ വന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഒന്നുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പ്രവീൺ എന്ന വ്യക്തിയെ മരിച്ചുപോയെന്ന് കരുതി ജീവിക്കാനൊക്കെ തുടങ്ങിയത് 2 വർഷം മുൻപ് വൈഷ്ണവിക്കൊപ്പം ആ വീട്ടിലെ അവളെ ബെഡ്റൂമിൽ ഒരു ഭാര്യയും കാണാൻ പാടില്ലാത്ത വിധം കണ്ടതോടെയാണ്. മറ്റെന്തൊക്കെയോ അയാളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും തീർത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ കാഴ്ചയോടെ തന്റെ മനസ്സിൽ പ്രവീൺ മരിച്ചു കഴിഞ്ഞിരുന്നു. അത്രയേറെ അറപ്പായിരുന്നു അവനോട്. അപ്പോഴും അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, അച്ഛൻ്റെ അടുത്ത് കിടക്കാനും കളിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന എന്റെ കുഞ്ഞിനെ അയാൾ നിന്നും എങ്ങനെ അടർത്തി മാറ്റുമെന്നതായിരുന്നു എന്നെ തളർത്തിയത്. എന്നാൽ ഇന്ന് സ്വയം എന്റെ പൊന്നുമോൾ എനിക്കൊപ്പം വന്നു. ഇനി എനിക്ക് ആരെയും പേടിയില്ല, ആരെയും പേടിച്ച് ഞാൻ ജീവിക്കില്ല എന്നു ആ വീട്ടിൽ നിന്നും ഇറങ്ങി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എന്റെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി എന്റെ കൂടപ്പുറപ്പുകളെ തകർക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയതുപോലെ നീ ആ പ്രവീണിനെ. അമ്മ ഓരോന്നും ഓർത്ത് ഈ ലോകത്തെ അല്ലാത്തതുപോലെ പല്ല് കടിച്ചിരുന്ന ആര്യയുടെ കയ്യിൽ മെല്ലെ തട്ടിക്കൊണ്ട് വേദു വിളിച്ചു. അമ്മ എന്താ മോന്നും മിണ്ടാതിരിക്കുന്നേ? ആര്യയുടെ കടുത്ത മുഖത്തേക്ക് നോക്കി വേദു ചോദിച്ചു. ഒന്നുമില്ലട കണ്ണ, അമ്മയുടെ 11 വർഷത്തെ ജീവിതം ഒന്ന് ഓർത്തു നോക്കിയതാണ്. വേദുവിനും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അച്ഛൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരൂ അമ്മ. വേദു ചെറിയൊരു പേടിയുടെ അമ്മയെ നോക്കി. വരട്ടെ, വന്നാൽ നീ അമ്മയെ വിട്ട് അച്ഛൻ്റെ കൂടെ പോകുമോ ചോദിച്ചുകൊണ്ട് ആര്യ സങ്കടത്തിൽ മകളെ നോക്കി. ഇല്ല, അച്ഛൻ പൊട്ടയാണെന്ന് വേദൂട്ടിക്ക് ഇപ്പോൾ അറിയാലോ. ഇനി ഒരിക്കലും പോവില്ല, എനിക്ക് അമ്മ മതി. അച്ഛനെ ഓർക്കുമ്പോൾ, അച്ഛൻ്റെ സ്നേഹം ഓർക്കുമ്പോഴൊക്കെ ആ കുഞ്ഞു മനസ്സ് നൊന്തെങ്കിലും അമ്മയും അച്ഛനും സംസാരിക്കുന്നത് കേട്ടതിൽ നിന്ന് അവൾക്കറിയാം അച്ഛൻ ചീത്തയാണെന്ന്. അച്ഛനോട് മിണ്ടരുതെന്നോ കാണരുതെന്നോ അമ്മ പറയില്ല. പക്ഷേ അമ്മയെ വിട്ടു പോകരുത്. നീയുള്ളൂ അമ്മയ്ക്ക്. നിനക്ക് വേണ്ടി മാത്രമാണ് അമ്മ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഒരു പുഴുവിനെ പോലും അതമ്പതിച്ച് അവിടെ കഴിഞ്ഞത്.
ഇന്നും ഒരു ജഡം പോലെ ജീവിച്ചിരിക്കുന്നതൊക്കെ. ഡ്രൈവർ കേൾക്കാതെ ഒച്ച താഴ്ത്തി വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ആര്യ. എനിക്കറിയാലോ, കരയില്ലേ അമ്മേ. വേദു അമ്മയുടെ തോളിൽ ചാഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. മോൾ ഇതുവരെ പഠിച്ചതുപോലെ വലിയ സ്കൂളിലാവില്ല ഇനി. അതുപോലെ കാറിൽ കൊണ്ടുപോയി വിടാനും ആവില്ല. ഗവൺമെന്റ് സ്കൂളിൽ ബസ്സിലൊക്കെ കയറി പോകേണ്ടി വരും. അതൊക്കെ സഹിക്കണം. അമ്മ ഒരു ജോലി കണ്ടെത്തിയാലും ഒരുപാട് വരുമാനമൊന്നും ഉണ്ടാവില്ല. അതിനുള്ളിൽ വേണം നമുക്ക് ജീവിക്കാൻ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആര്യ പറഞ്ഞു. സാരയില്ലമ്മേ, വേദൂട്ടി അങ്ങനെയൊക്കെ പോയി പഠിച്ചോളാം. നല്ല ജോലിയും വാങ്ങും. അമ്മയെ പൊന്നുപോലെ റാണിയെപ്പോലെ നോക്കുകയും ചെയ്യും. ആര്യയുടെ കൈ പിടിച്ച ആ കൈവെള്ളയിൽ മുത്തിക്കൊണ്ട് വേദു പറയുമ്പോഴേക്കും ഓട്ടോ വീടിന് മുന്നിൽ എത്തിയിരുന്നു. എന്താ മോളെ, ഒറ്റയ്ക്കാണോ കുഞ്ഞിനെയും കൊണ്ട് വന്നത്? നിങ്ങൾ വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ലല്ലോ. അബി ഇപ്പോ അങ്ങ് പോയതേയുള്ളൂ. ഓട്ടോ പറഞ്ഞു വിട്ട ശേഷം കൊണ്ടുവന്ന 2 ബാഗുകളും എടുത്ത് വീടിനുള്ളിലേക്ക് കയറിയ ആര്യോട് ചെറുചീരിയോടെ ചോദിച്ചു രാധിക. ഒപ്പം വേദുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. മോൾക്ക് ഇന്നലെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ അമ്മേ? അപ്പൊ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് കരുതി. നേരത്തെ മനസ്സിൽ കരുതി വെച്ചിരുന്ന കള്ളം തന്നെ പറഞ്ഞു ആര്യ. അമ്മ പറഞ്ഞു കേട്ട് വേദു മെല്ലെ ഒന്ന് മുഖമയർത്തി ആര്യ ഒന്ന് നോക്കി. അവൾ മോളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. അഞ്ജു നിവിയും എവിടെ അമ്മേ? ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ലല്ലോ. വീടിനുള്ളിൽ കയറുമ്പോൾ അവിടെയെങ്ങും അവരെ കാണാഞ്ഞിട്ട് ആര്യ തിരക്കി. രണ്ടും കൂടെ അമ്പലത്തിൽ പോയതാണ്. ഇപ്പൊ വരും. വന്നിട്ട് മാംഗല്യത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ കൊണ്ടുപോയി മുറിയിൽ വെക്കുമ്പോൾ രാധിക പറഞ്ഞു. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ രണ്ടാളും വേഷം മാറിയിട്ട് വാ, എന്തേലും കഴിക്കാം. മക്കളോടും കൊച്ചുമകളോടുമായി പറഞ്ഞിട്ട് രാധിക മുറിയിൽ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. നമ്മളിനി ഇവിടെയാണെന്ന് അമ്മ എന്താ അമ്മമ്മയോട് പറയാഞ്ഞത്? ഇന്ന് തന്നെ പറയണം. തന്റെ ബാഗിൽ നിന്നും ഒരു പാന്റും ബനിയനും വലിച്ചെടുത്തുകൊണ്ട് വേദു പറഞ്ഞു. പറയാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ അമ്മമ്മയ്ക്ക് വിഷമം തോന്നും. എങ്കിലും പറയാതെ ഇരിക്കാനാവില്ലല്ലോ. പതിയെ പറയാം. താൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴുള്ള അമ്മയുടെയും അബിയുടെയും ഒക്കെ സങ്കടം മുറക്കെ നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞിട്ട് വേദിനെയും കൂട്ടി അടുക്കളയിൽ ചെന്നു ആര്യ. പ്രവീൺ വൈകിട്ട് വരൂ ആര്യയെ. നാളേക്ക് ലീവല്ലേ? ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്ന നേരം അവർ ചോദിച്ചു. എനിക്കറിയില്ലമ്മേ. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയ മകളെ മുഖം ചിരിച്ചു നോക്കി രാധിക. എന്താ ആര്യേ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? ഉണ്ടെങ്കിൽ എന്തായാലും തുറന്നു പറയൂ. കണ്ണിന് ചുറ്റും കറുപ്പ് വലയും ഒട്ടിയ കവളും കൊണ്ടിലാണ്ട് കണ്ണുകളുമായി നിൽക്കുന്ന മകളെ നോക്കി സങ്കടത്തിൽ പറഞ്ഞു അവർ. അമ്മമ്മേ, ഓരോന്ന് ചോദിച്ച് അമ്മയെ വിഷമിപ്പിക്കല്ലേ. എന്റെ അമ്മ പാവാണ്. വേദു അങ്ങനെ പറഞ്ഞതും വിങ്ങിക്കരഞ്ഞുകൊണ്ട് ആര്യ സ്ലാബിൽ കയറിയിരിക്കുകയായിരുന്ന അവളെ ചുറ്റിപ്പിടിച്ചു. എന്നെങ്ങനെ പേടിപ്പിക്കാതെ കാര്യം പറയാരേ. എത്ര തവണയായി നിന്നോട് ഞാൻ ചോദിക്കുന്നു. നിനക്കവിടെ എന്തെങ്കിലും സഹിക്കാനാവാത്ത പ്രശ്നമുണ്ടോ? അതോ എന്തെങ്കിലും വയ്യാക്കിയാണോ? എന്തായാലും തുറന്നു പറ മോളെ. എന്നെങ്ങനെ തീ തീറ്റിക്കല്ലേ. വേദുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആര്യയെ മോൾക്കൊപ്പം പുണർന്നുകൊണ്ട് നിറഞ്ഞുപോയ കണ്ണുകളോടെ പറഞ്ഞു രാധിക. അമ്മമ്മേ, അച്ഛനുണ്ടല്ലോ. അമ്മമ്മേ, ചീത്തയാണ്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി അവിടുത്തെ വീട്ടിലേക്ക് ഞങ്ങൾ പോവില്ല. അമ്മയുടെയും അമ്മമ്മയുടെയും സങ്കടം കാണി വേദു വെപ്രാളത്തോടെ പറഞ്ഞു. വേദു, എന്താ പറയുന്നെന്ന് നിനക്കറിയോ മോളെ? അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കമൊക്കെ അങ്ങ് തീരും. അതിന് നീ ഇങ്ങനെ കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറയരുത്. നല്ല തല്ലി വെച്ചു തരും ഞാൻ. വേദുവിന്റെ വർത്തമാനം കേൾക്കെ ദേഷ്യം വന്ന് രാധിക അവളുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവളെ വഴക്ക് പറയല്ലേ അമ്മ. അവൾ പറഞ്ഞത് സത്യമാണ്. അയാള് ചീത്തയാണമ്മേ. ആര്യ വിങ്ങിക്കരഞ്ഞിട്ട് അമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. വായിൽ തോന്നിയത് പറയാതെ ആര്യെ. നീ പറയുന്നത് കേട്ടിട്ടാണ് കൊച്ചും അതുപോലെ പറയുന്നത്. തന്റെ തൊഴിൽ മുഖം അമർത്തിയുന്ന ആര്യെ പിടിച്ചു മാറ്റി മുഖത്തേക്ക് നോക്കി ചോദിച്ചു രാധിക. ഞാൻ എന്റെ വായിൽ തോന്നിയത് പറഞ്ഞെന്നാണോ അമ്മയ്ക്ക് തോന്നിയത്? അല്ലമ്മേ, അയാൾ ചീത്തയാണ്. അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി തെറ്റായ ബന്ധമുണ്ട്. അതിലൊരുത്തിയുടെ ഭർത്താവ് അടിച്ചൊടിച്ചതാണ് അയാളുടെ കൈ. അമ്മയിൽ നിന്ന് മടർന്നു മാറി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. എന്താടി പറയുന്നത്? നിനക്ക് അവനെ സംശയമാണോ ആര്യയെ? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവനൊരു മോശക്കാരനാണെന്ന്. അഞ്ജുവിനൊക്കെ ഒരു മോളെ പോലെയല്ലേ അവൻ സ്നേഹിക്കുന്നത്? ആര്യെ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവർ കരഞ്ഞു പോയിരുന്നു. അമ്മയ്ക്ക് അങ്ങനെയാണോ അമ്മ തോന്നിയത്? ഞാനൊരു സംശയരോഗിയെന്ന് അമ്മയ്ക്ക് തോന്നിയോ? കഴിഞ്ഞ 6 വർഷമായി ഞാൻ ഈ നരകജീവിതം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളെ പേടിച്ചും നിങ്ങൾക്ക് 3 പേരുടെ ജീവിതത്തെ സന്തോഷത്തെ മാനിച്ചും എല്ലാ സൗകര്യത്തിലും വളർന്ന എൻ്റെ വേദുവിന് നല്ല ആഹാരമോ അവളുടെ അച്ഛന് വാങ്ങിക്കൊടുക്കും പോലെയുള്ള വില കൂടിയ ഡ്രസ്സോ നല്ല സ്കൂളിലെ പഠനമോ AC-യിലെ ഉറക്കമോ കാറിലെ യാത്രയൊന്നും എന്നെ കൊണ്ട് കൂടുതൽ കൂടില്ലെന്ന ചിന്തയുമൊക്കെയാണ് എന്നെ കൊണ്ടെല്ലാം സഹിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇന്ന് എൻ്റെ മോള് ഞാൻ പറയാതെ തന്നെ സ്വയം എല്ലാം മനസ്സിലാക്കി എനിക്കൊപ്പം വരാൻ തയ്യാറായിക്കൊണ്ടാണ് അമ്മ ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. ഉടനെയൊന്നും അമ്മയോട് ഇതൊക്കെ പറയണമെന്ന് കരുതിയതല്ല. വേദു പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ടും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയെന്ന് അറിയുമ്പോൾ പകൽമാനിൻ ഓടി വരാനും സാധ്യതയുണ്ട്. എന്നെ വേണ്ടെങ്കിലും അയാൾക്ക് വേദുവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും വരും. പക്ഷെ എനിക്കിനി അയാളെ വേണ്ട. ഈ ജന്മം ഇനി എൻ്റെ മോൾക്ക് വേണ്ടിയുള്ളതാണ്. വിതുമൽ അടക്കി പിടിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു.
എന്തൊക്കെയാണ് മോളെ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ജാതിക വേദന നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വിശ്വസിച്ച തീരുവോ? അമ്മ വിചാരിക്കുന്നതിലും ഒരുപാട് മോശമാണ് അയാൾ. വിങ്ങിലടക്കി പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു ആര്യ. മക്കളെ, ഇതിപ്പോ എങ്ങനെയാണ് നമ്മൾ അബിയോട് പറയുക? അവനൊരു കുടുംബമായിട്ടേ ഉള്ളൂ. ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി അമ്മ. അമ്മ പേടിക്കണ്ട, വിഷമിക്കുകയും വേണ്ട. ഞാനും എൻ്റെ മോളും ആർക്കൊരു ഭാരം ആകില്ല. ചെറിയൊരു ജോലി ശരിയാക്കി ഞങ്ങൾ മറ്റൊരു വീടെടുത്തു. അങ്ങോട്ട് മാറിക്കൊള്ളാം. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ അനുവദിച്ചാൽ മതി. അമ്മ പറയുന്ന കേട്ട് പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. ചേച്ചി, എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? നിങ്ങളെ രണ്ടാളെ ഞാൻ എങ്ങോട്ടും വിടില്ല. അബേട്ടൻ വരട്ടെ, ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. വാതിൽക്കൽ അവർ പറഞ്ഞതൊക്കെ കേട്ടു നിന്ന അഞ്ചു കരഞ്ഞു പറഞ്ഞിട്ട് ആര്യെ ചുറ്റി പിടിച്ചു. ആന്റി, ചേച്ചിയും മോളെ എങ്ങോട്ടും പറഞ്ഞു വിടല്ലേ. ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ നമ്മളല്ലേ ഉള്ളൂ. നമ്മൾ വേണ്ടേ ചേച്ചിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ? അയാൾ ചീത്തയാണെന്ന് ചേച്ചി വെറുതെ പറയുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ കൂടെ ആരും ഉണ്ടാവില്ലെന്ന് ചിന്ത വരുമ്പോഴാണ് പല പെൺകുട്ടികളും സ്വയം അവസാനിക്കുന്നത്. ആരുടെ അടുത്ത് ചെന്ന് അവൾക്കൊപ്പം കരഞ്ഞു നിൽക്കുന്ന വേദന തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിവി. എൻ്റെ കുട്ടികളെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല മോളെ. എനിക്കിപ്പോഴും പ്രവീൺ അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നിന്റെയും അബിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കൂടെ കരുതിയാണ് ആന്റി പറഞ്ഞത്. അല്ലാതെ അവൾക്കൊപ്പം ഞാൻ നിൽക്കുന്നതല്ല. എൻ്റെ മക്കൾക്ക് ഞാനല്ലേ ഉള്ളൂ. നിറഞ്ഞു ചാടുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു നിവിയോട് പറഞ്ഞു രാധിക. ഒരാളെയും കണ്ണും മുട്ടി വിശ്വസിക്കാനാവില്ലെന്ന് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലായതാണ് ആന്റി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചേച്ചി അയാളെക്കുറിച്ച് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചേച്ചിയും വേദുട്ടിയും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഞാൻ ഒരിക്കലും ലക്ഷ്മിയാവില്ല. എനിക്കൊരു ചേച്ചി കുട്ടിയെ കിട്ടി, ഒരു കുഞ്ഞി പെണ്ണെ കൂടെ കിട്ടി, അത്രയേ ഉള്ളൂ. ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് കഴിയാൻറ്റി. ചേച്ചി വിഷമിക്കല്ലേ. ജിത്തുവേട്ടനോട് നമുക്ക് കാര്യങ്ങൾ പറയാം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. വേദുവിനെ വിടാതെ പിടിച്ചുകൊണ്ട് തന്നെ രാധികയോട് എന്ന പോലെ പറഞ്ഞിട്ട് ആര്യയുടെ കണ്ണുനീര് തുടച്ചു മാറ്റി നിവിത. താൻ ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടതകളും വേദനകളും അവഗണനയും ഒക്കെ കരഞ്ഞു പറയുന്ന ആര്യെ പൊതിഞ്ഞു പിടിച്ച് വീർത്ത മുഖത്തോടെ ഇരിക്കുന്ന അഞ്ജുനെയും നിറഞ്ഞ കണ്ണുകളോടെ ആര്യ പറയുന്നു കേട്ടിരിക്കുന്ന നിവിയെയും ഒരിക്കൽ കൂടെ നോക്കിയിട്ട് ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തുടച്ച് കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് തിരികെ പോയി രാധിക. മോള് വാ, നമുക്ക് അമ്മമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മമ്മയ്ക്ക് സങ്കടമാണ്. ഇപ്പം അവിടെ പോയിരുന്ന് കരയുന്നുണ്ടാകും. കണ്ണും മുഖവും തുടച്ചിട്ട് അടുക്കളയിൽ പോയി രാധിക്കൊന്ന് എത്തി നോക്കിയിട്ട് വേദുവിനെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ട് നിവി പറഞ്ഞു. അമ്മ കരച്ചിൽ നിർത്തുന്നില്ല. അഞ്ചിന്റെ തോളിൽ മുഖം ചായച്ച് കണ്ണീരോടെ ഇരിക്കുന്ന ആര്യയെ നോക്കി വിതുമ്പിക്കൊണ്ട് വേദു പറഞ്ഞു. അമ്മ കരയട്ടെ. അമ്മയുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ കണ്ണുനീരായി ഒഴുകിപ്പോട്ടെ. ഇപ്പോ അമ്മയുടെ കുഞ്ഞു വാ, നമുക്ക് അമ്മമ്മയെ നോക്കാം. അമ്മയെ ചിറ്റ നോക്കിക്കോളും. വേദുവിന്റെ മുഖത്തെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത ആ കുഞ്ഞിക്കവളിൽ കുഞ്ഞിന് മുത്തവും കൊടുത്ത് അവളെയും കൂട്ടി രാധികയുടെ അടുത്തേക്ക് പോയി നിവി. അടുപ്പിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന മുഖം പൊത്തി കരയുന്ന രാധികയെ കാണാൻ സങ്കടത്തിൽ വേദുവും നിവിയും പരസ്പരം നോക്കി. ആന്റി, അടുത്തേക്ക് ചെന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിവി വിളിച്ചു. നൈറ്റിക്ക് മുകളിലൂടെ തോളിലിട്ടിരുന്ന തോർത്തുകൊണ്ട് മുഖം അമർത്തി തുളച്ചിട്ട് അവരൊന്നും മൂളി. ആന്റി ഇങ്ങനെ നോക്കി. എല്ലാരും കൂടെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണ്? ദാ വേദുട്ടിക്കും ആകെ സങ്കടമാണ്. അവൾ അവരെ പിടിച്ച് തിരിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ദുഷ്ടിയായ ഒരു അമ്മയാണോ മോളെ? എൻ്റെ കുഞ്ഞിന്റെ വിഷമം മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ നെഞ്ചു പൊട്ടുന്നുണ്ട് മോളെ. എൻ്റെ കുഞ്ഞ് അവിടെ എന്തൊക്കെ സഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന് വേണമെങ്കിൽ അപ്പോഴേ അവളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? എങ്ങനെ അവിടെ ഇട്ട് നരകിപ്പിക്കണമായിരുന്നോ? ഓരോന്ന് പറയുമ്പോൾ അവർ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ആര് പറഞ്ഞു എൻ്റെ രാധു ആൻറ്റി നല്ല അമ്മയല്ലെന്ന്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണ് ആൻറ്റി. ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയ്ക്ക് സമമാണ് ആൻറ്റി. പിന്നെ ആര്യ ചേച്ചിയുടെ കാര്യം ചേച്ചി ഒന്നും ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച് സന്തോഷം അഭിനയിച്ചു നിന്നത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ആർക്കൊന്നും മനസ്സിലാകാഞ്ഞത്. അതുകൊണ്ട് ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ ചേച്ചിയും വേദുനെയും അങ്ങ് ചേർത്ത് പിടിക്കാം. ഈ സങ്കടത്തിൽ നിന്ന് കര കയറ്റണ്ടേ നമുക്ക് ചേച്ചിയെ? ഏതവസ്ഥയിലും നമ്മൾ കൂടെ ഉണ്ടാകുമെന്നോർത്തല്ലേ ആൻറ്റി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. ആ വിശ്വാസം ഒരിക്കലും ചേച്ചിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് മിടുക്കിയാക്കി എടുക്കണ്ടേ ചേച്ചിയും വേദുവിനെയും? പിന്നെ ഇനി ഇങ്ങനെ കരയാൻ പാടില്ല. എല്ലാവരും കൂടെ കരഞ്ഞു വിളിച്ച് എൻ്റെ കൊച്ചിനെയും കൂടെ കരയിപ്പിക്കരുത്. കരഞ്ഞ് ചുവന്നു പോയ രാധികയുടെ കവിൾ മെല്ലെ കൈ ചേർത്ത് വെച്ച് നിവി സ്നേഹത്തോടെ അലിവോടെ പറഞ്ഞു. എന്നാലും ഇനി അവളുടെ ജീവിതം എന്താകുമെന്ന് ഓർക്കുമ്പോൾ കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു രാധിക. ചേച്ചിയുടെ ജീവിതത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചതിന്റെ കയ്യിൽ നിന്നും ജീവനോടെ തിരികെ കിട്ടിയില്ല എന്നിടത്ത് സന്തോഷിക്കുന്നതിന് പകരം കരയുവാണോ വേണ്ടത്? ഈ അമ്മമ്മ കുഞ്ഞു പിള്ളേരെ പോലെ കരയുന്നത് നീ കണ്ടില്ലേ വേദുട്ടി? രാധികയെ നോക്കി വിതുമ്പി നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി ചുണ്ടിലൊരു ചിരി നിറച്ച് നിവി തിരക്കി. കരയല്ല അമ്മമ്മേ, എല്ലാരും കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാണ്. വേദു അവിടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു.
കൊച്ചുമകളുടെ സങ്കടം നിറഞ്ഞ മുഖം കാണി അവൾ തലയിൽ തലോടി മുഖം ഒന്നുകൂടെ ഒന്ന് തുടച്ചുകൊണ്ട് മെല്ലെ മോളി രാധിക. അവരുടെ കരച്ചിൽ നിന്നു എന്ന് തോന്നിയതും ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു നിവി.